ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രത്യേകതകളിൽ ഒന്നായിരുന്ന പവർ ടീം കൺസെപ്റ്റിന് ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നു. ഇനി ബിഗ് ബോസിൽ പവർ ടീം കൺസെപ്റ്റ് ഉണ്ടാകില്ല. 9ാം ആഴ്ചയുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനാണ് ഇക്കാര്യം മത്സരാർത്ഥികളെ അറിയിച്ചതും. 9ാം ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ച് ടാസ്കുകൾ നടന്നിരുന്നു. പവർ ടീമിൽ കയറാൻ അർഹതയും നേടിയിരുന്നു. എന്നാൽ ഈ ആഴ്ച വളരെ അപ്രതീക്ഷിതമായി ലാലേട്ടൻ പവർ ടീം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചു. അതായത് 10ാമത്തെ ആഴ്ച മുതൽ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീം ഉണ്ടാകില്ല. പകരം ആ റൂം ഇനി മുതൽ പീപ്പിൾസ് റൂം എന്നായിരിക്കും അറിയപ്പെടുക. അതിൽ ഏതൊരു മത്സരാർത്ഥിക്കും കയറാൻ അനുവാദമുണ്ടായിരിക്കും. അതിനുള്ളിൽ മത്സരാർത്ഥികൾക്ക് താമസിക്കാമെങ്കിലും പവർ റൂമിന് നൽകിയിരുന്ന ഒരു അധികാരങ്ങളും അവിടെ താമസിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഉണ്ടാകില്ല. നോമിനേഷൻ ഫ്രീ ആക്കാനോ ആരെയെങ്കിലും നോമിനേറ്റ് ചെയ്യാനോ ഉൾപ്പെടെയുള്ള ഒരു അധികാരങ്ങളും ഉണ്ടാകില്ല. ഇനി വീട്ടിലെ എല്ലാ മത്സരാർത്ഥികളും ഒരേ അധികാരങ്ങൾ ഉള്ളവർ ആയിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗെയിമിന്റെ ഗതിയെ വളരെയേറെ സ്വാധീനിച്ച ഒന്നായിരുന്നു പവർ ടീം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും പല മമ്പന്മാരുടെയും വീഴ്ചയ്ക്കും പല മത്സരാർത്ഥികളെയും തുറന്നു കാട്ടാനും അതുപോലെ പല മത്സരാർത്ഥികളെയും അവരുടെ മത്സരഗതിയിൽ യു-ടേൺ അടുപ്പിക്കാൻ പോലും കാരണമായ ഒന്നായി മാറി പവർ ടീം. ഏതായാലും ഈ സീസണിന്റെ അവസാന ആഴ്ചകളിൽ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീം എന്ന കൺസെപ്റ്റ് ഉണ്ടാകില്ല. പകരം ഇനി പീപ്പിൾസ് റൂം മാത്രമായിരിക്കും ഉണ്ടാകുക. ഒരുപക്ഷെ പവർ ടീം പലരും ഒരു രക്ഷാകവചമായി ഉപയോഗിച്ചു തുടങ്ങിയതും ബിഗ് ബോസ് വീട്ടിൽ ചില ശക്തമായ മൈൻഡ് ഗെയിമുകൾ ആരംഭിച്ചതുകൊണ്ടും ഒക്കെ ആകാം ഒരുപക്ഷെ പവർ ടീം ബിഗ് ബോസ് ഉപേക്ഷിക്കുന്നതും. ഇത്രയും നാൾ പവർ ടീമിന്റെ സഹായത്തോടെ അതിജീവിച്ചിരുന്നവർ, അതിനെ ആയുധമാക്കിയിരുന്നവർക്കൊക്കെ ഇനി മറ്റൊരു തരം ഗെയിം പുറത്തെടുക്കേണ്ടി വരും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പവർ ടീം ഇല്ലാത്ത ബിഗ് ബോസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയാം. മാത്രമല്ല ഈ ആഴ്ചകൾ മുതൽ ചലഞ്ച് ടാസ്കിന് പകരം എന്ത് ടാസ്ക് ആയിരിക്കും ബിഗ് ബോസ് മുന്നോട്ട് വയ്ക്കുക എന്നതും വളരെ നിർണായകമാണ്. അതിനെ എങ്ങനെ മത്സരാർത്ഥികൾ അതിജീവിക്കുന്നു എന്നതും.